കണ്ണൻ ചേട്ടാ. എന്താ അത് എന്നെ സഹായിക്കും കേട്ടാ. എന്താണ്? അച്ഛൻ ഹോസ്പിറ്റലാണ്. ഒരു 30,000 രൂപയുടെ ആവശ്യമുണ്ട്. ഇന്നാണെങ്കിൽ ബാങ്ക് ഒഴിവാണല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ വെക്കായിരുന്നു. എന്റെ ഞാൻ പലിശ കൊടുക്കുന്ന പരിപാടി നിർത്തിപ്പാ. ചേട്ടാ ഇവിടുന്ന് ആരോട് ചോദിക്കാനാണ്? ചേട്ടൻ എന്തായാലും ഉണ്ടാവോ ചേട്ടാ? എത്രയാണ്? 30,000 രൂപയാണ് ചേട്ടാ, അത്യാവശ്യമാണ്. എപ്പ തരും? അതിന് 2 ദിവസം കഴിയുമ്പോ തരാ. അല്ല എന്താണ് ഉറപ്പ്? 2 ദിവസം കഴിയുമ്പോ എനിക്ക് പൈസ തരുമെന്നുള്ളതിന്? അത് ഈ മാല ചേട്ടൻ്റെ ഇരിക്കട്ടെ. അത്യാവശ്യം എന്താണ് ചേട്ടാ, അത് വെച്ചേക്ക്, ഞാൻ തരാം. അതേട്ടാ സ്വർണ്ണമാണ്. എന്നാ കുഴപ്പമില്ല. പിന്നെ പലിശ ഞാൻ എടുക്കട്ടാ. 2,000 രൂപ പലിശ വരും. ഞാൻ തരേട്ടാ. നിക്ക്, ഞാൻ എടുത്തിട്ട് നീ ചോദിച്ച പൈസ പിന്നെ ഒരാഴ്ച വരും. അതിനുവേണ്ടി പൈസ തിരിച്ചാണോട്ടാ. ഞാൻ തരേട്ടാ. ശരി ശരി ശരി. അങ്ങനെ പോയാലൊരു 2 പവൻ ഉണ്ടാവും. എന്താണ്? അതെ ഇതേടെ അച്ഛനെ പാടില്ലാണ്ട് ഹോസ്പിറ്റലാണല്ലോ. അപ്പൊ കുറച്ച് പൈസ എന്റെ മേടിക്കാൻ വേണ്ടി വന്നു. കൊടുത്തേ. അല്ല ഈ മാല ഏതാണ്? ഇത് അവളുടെ മാല. എന്തിനാണ് അവളുടെ മാല മേടിച്ചത്? പിന്നെ പൈസ വെറുതെ കൊടുക്കാൻ പറ്റുമോ? എനിക്ക് പൈസ തിരിച്ചു തരുമ്പോ ഞാൻ ഈ മാല കൊടുക്കും. ഒരു ഉറപ്പിന് മേടിച്ചാണ്. പിന്നെ ജയക്ക് എന്തായാലും ആ കാശ് തിരിച്ചുകൊണ്ടു തരും. അവനൊന്നും വിശ്വാസമില്ലേ? എന്റെ പൊന്നു മോളെ, പൈസയുടെ കാര്യത്തിലില്ലേ പെട്ടെന്നാളാണ് ഞാൻ വിശ്വസിക്കൂല. ഞാൻ പോരാട്ടെ, ഞാൻ കട്ടാന്റെ അടുത്ത് പോയിട്ടെ. എന്തിനാണ് നീ കട്ടാന്റെ അടുത്ത് പോണേ? മോളെ ഇതിന് ഒരു 4-5 കണ്ണി ഞാൻ എടുക്കും. അവരറിയാതെ പോലെ. എന്റെ ചേട്ടാ, ഇത് ചേട്ടനെ വിശ്വസിച്ച് അവര് തന്നതല്ലേ. അവര് പൈസ കൊണ്ട് വരുമ്പോ അതേപോലെ തന്നെ തിരിച്ചത് കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കും. അവരെന്തായാലും അറിയാൻ പോണില്ല. പൊന്നു മോളെ, എനിക്ക് ലാഭം കിട്ടാണ്ട് ഞാൻ ഒന്നും ചെയ്യൂല. മനസ്സിലായ? ആരെങ്ങനെ സഹായിച്ചിട്ട് ഒരു പുണ്യം എനിക്ക് വേണ്ടെന്നാണ്. നീ പോയാ നിന്റെ കാര്യം നോക്കുമ്പോ എന്നാ മാല നോക്കിക്കോ. ഏതെന്തിനാ നോക്കണേ? ചേട്ടൻ വിശ്വാസമാണ്. അതിന് എന്തൊരാവശ്യം നീ വാട്ടാ. ശരി ശരി ശരി. 30 രൂപ കൊടുത്താൽ എന്താണ്? 12,000 രൂപ ലാഭം. ഇറങ്ങി ബീച്ചിൽ പോയി വന്ന എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ല. കൊച്ചിന്റെ ഡ്രസ് ഫ്രണ്ടിലെത്തി കളിയായിരുന്നു. എന്നപ്പോ തുടങ്ങി. അല്ല കൊച്ചിന്റെ മാല എന്ത്? അയ്യോ പറഞ്ഞു മാല വാങ്ങില്ല. പോലെ പോയിട്ടുണ്ടാവും. സൂര്യാണ് വെള്ളത്തിലിറങ്ങി ചെന്നപ്പോ തുടങ്ങി. പിന്നെ കടലിന്റെ അവിടെ പോയി നോക്കാനാണ്. 2 പവന്റെ മാലാണ്. ഒരു പവന് പെൺപി വില അറിയാമോ? 70,000 രൂപയാണ് ഒരു പവന്റെ വില. ദൈവമേ, 1.5 ലക്ഷം മുതലാണ് ദൈവം കൊണ്ട് കളഞ്ഞത്. വിഷമിച്ചിട്ടേ കാര്യമൊന്നുമില്ല. ഓരോരുത്തരെ പറ്റിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആലോചിക്കണം ഇതേപോലെയൊക്കെ പോകുന്നു. പണ്ടൊക്കെ ദൈവം പിന്നെ ഇരുന്ന്. ഇപ്പൊ ദൈവം ഓൺ ദ സ്പോട്ടിൽ തന്നെ പണി വരും. ആ ജയനെ പറ്റിച്ചില്ലേ, അതിനുള്ള കൂലി ഇപ്പൊ കിട്ടിയല്ലോ.